ഒടുവിൽ തരുണിന്റെ അമ്മ അവനെ സമ്മതിപ്പിച്ച് വേദയെയും കുഞ്ഞിനെയും അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാട്ടോ. തരുൺ തന്റെ സ്വന്തം കുഞ്ഞാണെന്നാണല്ലോ കരുതിയിരിക്കുന്നത്. പലതവണ തരുണിന്റെ അമ്മ വേദയോട് പറയും, മോളെ നമുക്ക് തരുണിനോട് സത്യം തുറന്നു പറയാം. പോകെ പോകെ ഇത് പ്രശ്നമായി മാറും. ഇന്നവന് ആ കുഞ്ഞ് അവന്റെ ജീവന്റെ ജീവന. നാളെ അവന്റെ കുഞ്ഞല്ലെന്നറിയുമ്പോൾ ഒരുപക്ഷെ അവനെ അത് അംഗീകരിച്ചു തരാൻ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് നമുക്ക് സത്യങ്ങൾ തുറന്നു പറയാമെന്ന് പറയുകയാണ്. വേണ്ടമ്മേ, ഇപ്പോൾ പറയണ്ട. എനിക്കിപ്പോൾ എൻ്റെ മോളുടെ ജീവനാണ് വലുത്. എൻ്റെ വിക്രമിൻ്റെ കുഞ്ഞ് സന്തോഷത്തോടെ വളരണം. അതിനിപ്പോൾ എനിക്കൊരു ഷെൽട്ടർ ആവശ്യമാണ്. കുറച്ച് കഴിയട്ടെ, നമുക്ക് പറയാമമ്മേ എന്ന് വേദ പറയുകയാണ് കേട്ടോ. ആ കുഞ്ഞവിടെ വളരുകയാണ്. ഇതിനിടയ്ക്ക് തരുണിന് വേദയോട് ഒരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിരുന്നു കേട്ടോ. വേദേ, നീയൊരു LLB പഠിച്ച വക്കീലല്ലേ, നിനക്ക് സിവിൽ സർവീസ് എക്സാം എഴുതിക്കൂടെ? IAS ലഭിച്ചാൽ നിനക്കൊരു കളക്ടർ ആയിക്കൂടെ എന്ന് തരുൺ പറയുമ്പോൾ അവൻ്റെ അമ്മയും അത് ശരിവെക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും വേണ്ട തരുൺ, ഇനിയിപ്പോൾ എനിക്ക് വയ്യ എന്ന് വേദ പറയുമ്പോൾ രണ്ടുപേരും ഒരുപാട് പറഞ്ഞ് സമ്മതിപ്പിക്കുകയാണ്. അങ്ങനെ വേദ സിവിൽ സർവീസ് എക്സാം എഴുതാൻ തീരുമാനിക്കുകയാണ്.